എനിക്ക് ഈ മഹാദേവൻ കഴിഞ്ഞ് ഇനിയിപ്പോൾ ആരും ഉള്ളൂ. ഈ ക്ഷേത്രമാണ്. ഞാനിപ്പം പുറത്തൊരു ക്ഷേത്രത്തിൽ പോലും പോകാൻ എനിക്കെന്തോ ഒരു ദിവസം ഒരു നേരമെങ്കിലും മഹാദേവനെ കാണാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം മാറ്റവും അത്രത്തോളം ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും എല്ലാം ചോദിക്കുന്നതെല്ലാം എന്നുവെച്ചാൽ ഞാൻ ഒന്നും ഭഗവാനോട് അതിരുവിട്ടൊന്നും ചോദിക്കുന്നില്ല. എങ്കിലും ചോദിക്കുന്നതെല്ലാം എൻ്റെ മഹാദേവൻ തരുന്നുണ്ട്. എനിക്ക് ഒത്തിരി 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 വിശ്വാസമാണ്. അതാണ് എനിക്ക് വേറൊന്നും പ്രത്യേകിച്ച് ഭഗവാനെക്കുറിച്ച് പറയാനില്ല. ഒരുപാട് മാറ്റമുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഒരുപാട് സന്തോഷം എനിക്ക് മഹാദേവനിൽ നിന്ന് കിട്ടുന്നത്. ഞാൻ 5 വർഷം കൊണ്ട് ഭഗവാനെ തൊഴാൻ വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ സാധിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ ഒരു മോൾക്ക് സുഖമില്ലാതായി 3 വർഷം ഞാൻ മരുന്ന് വാങ്ങിച്ചു കൊടുത്തു. ഇപ്പോഴതെല്ലാം മാറി കല്യാണമൊക്കെ കഴിച്ച് ഒരു കുഞ്ഞുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. ഭഗവാനാണ് ഇതെല്ലാം സാധിച്ചു തന്നത്. എനിക്കൊരു വീട് ആവാൻ എൻ്റെ ഹസ്ബൻഡിന് പുറത്ത് പോകാനും ഒക്കെ സത്യത്തിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടായി. അങ്ങനെ പോയി അദ്ദേഹം വെളിയിലൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ അമ്പലമൊക്കെ ആയപ്പോഴും ഞങ്ങളൊക്കെ എപ്പോഴും എൻ്റെ എല്ലാവിധ സമ്പാദ്യങ്ങളും ഭഗവാന്റെ അടുത്ത് തന്നെ ഞാൻ എപ്പോഴും വരുന്നത്. ഭഗവാനെ കഴിഞ്ഞൊന്നും എനിക്കില്ല, എല്ലാം സർവ്വം ഭഗവാൻ തന്നെ. അനൂരീശ്വര ക്ഷേത്രത്തിൽ നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് പ്രാർത്ഥിച്ചാലും നമുക്ക് ഭഗവാൻ അത് വരദാനമായിട്ട് തരും. ഇതൊക്കെയാണ് ഞങ്ങളുടെ അനുഭവം. 20 വർഷമായിട്ട് ഞാൻ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ പോകുന്നതിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന എല്ലാ കാര്യത്തിലും എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുണ്ട് ഈ ഭഗവാൻ. അത് എനിക്കൊരു വലിയ അനുഭവമായി മാറിയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങൾക്കും വളരെ അനുഭാവപൂർവമായ ഒരു സംരക്ഷണം കിട്ടുന്നൊരു ദേവാലയമാണ്. അതാണ് അതിൻ്റെ പ്രാധാന്യം. പിന്നെ ശിവനും പാർവതിയും പൂർവ്വദിക്കിലേക്ക് ഒരേ ദിക്കിലേക്ക് ദർശനമരളി കൊടികൊള്ളുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നായ അമ്പലപ്പുറം ശ്രീ ഗൗരീശങ്കര ക്ഷേത്രത്തിൽ ഈ കമ്മിറ്റി തുലാമാസം മുതൽ മാസത്തിലെ ത്രയോസി ദിവസങ്ങളായ 2 ദിവസങ്ങളിൽ പ്രദോഷവ്രതവും 1-ാമത്തെയും 3-ാമത്തെയും ഞായറാഴ്ച സർവൈശ്വര്യ പൂജയും എല്ലാ മാസത്തിലെയും ആദ്യത്തെ ഞായറാഴ്ച മഹാമൃത്യുഞ്ജയ ഹോമവും നടത്താൻ തീരുമാനിക്കുകയും അതോടൊപ്പം തന്നെ ഭക്തജനങ്ങൾ അങ്ങനെ വന്ന് അതിൽ ഇപ്പോൾ ഏകദേശം 100 ഭക്തജനങ്ങളോളം പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയും വിളിച്ചാൽ വിളി കേൾക്കുന്നതായ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ തിരിച്ച് ഏതെങ്കിലും ആൾക്കാരുടെ ഭാഗത്ത് നിന്ദിക്കുന്നതായിട്ട് സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനും കൂലി കൊടുക്കും. പക്ഷേ സത്യം ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു മൂർത്തിയാണ്. അതിൽ ഭക്തജനങ്ങളുടെ സാന്നിധ്യമാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആ സാന്നിധ്യം കൊണ്ട് അതിൻ്റെ പൂജ നടത്തിയതിൻ്റെ ഫലമായിട്ട് ക്ഷേത്രത്തിൽ ഒട്ടനവധി വികസനങ്ങൾ ഈ കമ്മിറ്റിക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇനിയും ഈ ഭക്തജനങ്ങളുടെ ഒരു ആകർഷണമാണ് ഈ കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദേവചൈതന്യം വളരുകയും നാടിന് അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യും. അതിന് ഈ കമ്മിറ്റിയും തന്ത്രി അദ്ദേഹത്തിൻ്റെ ഇതനുസരിച്ച് തിരുമേനിയും മൊത്തം ജീവനക്കാർ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഐശ്വര്യം ഞങ്ങൾക്ക് ഇവിടെ കാണാനുണ്ട്. ഇനിയും ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഈ മഹാവഴിപാടിൽ തിരുമേനി അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ ശിവഭഗവാൻ ഏറ്റവും ഇഷ്ട വഴിപാടായ ഈ പ്രദോഷവ്രതത്തിൽ സ്ത്രീജനങ്ങൾ പങ്കെടുക്കുന്നതാണ്. 2 ദിവസത്തെ വ്രതം. തലേനാളിൽ രാവിലെ വ്രതം ആരംഭിക്കുകയും ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രസാദം വാങ്ങിച്ചതിന് ശേഷം അന്നേരം വ്രതം ആരംഭിക്കുകയും പിറ്റേ ദിവസം ഇവിടെ വന്ന് ഈ വിളക്ക്, അതായത് 4 അമ്പലത്തിന് ചുറ്റിൽ ഒരു വലത്തും അത് കഴിഞ്ഞിട്ട് 4 അമ്പലത്തിന് വെളിയിൽ 3 വലത്തും അവസാന വലത്തായ 4 അമ്പലത്തിനകത്ത് ഒരു വലത്ത്, അങ്ങനെ 5 വലത്ത് നെയ്യ് ഒഴിച്ച ദീപം കത്തിച്ച് തിരുമേനി ഇവിടെ കൊടുക്കും, ഭക്തജനങ്ങൾ കൊടുക്കും. ആ വിളക്ക് ഏന്തിക്കൊണ്ടാണ് ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം ഉരുവിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിന് 5 വലത്ത് തീർക്കുകയും അവരുടെ 12 തന്ത്രി അദ്ദേഹത്തിൻ്റെയും പുരാണങ്ങളുടെ അടിസ്ഥാനത്തിലും 12 ഈ പ്രദോഷവ്രതം നോറ്റ് കഴിഞ്ഞാൽ അവർ മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും സാഫല്യമാകും. അങ്ങനെ ഒട്ടനവധി അനുഭവങ്ങൾ ഇവിടെ പലർക്കും ജാതിമത വ്യത്യാസം മറ്റ് സമുദായങ്ങൾക്ക് വരെ വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ക്രിസ്ത്യൻ മതങ്ങൾ, മുസ്ലിം മതങ്ങൾ എല്ലാവരും ഒരേപോലെ വിശ്വസിക്കുന്ന അതിൻ്റെ അനുഭവം ഈ നാട്ടിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോവുകയും വളരെ പൊതുജനങ്ങളുടെ സാന്നിധ്യം ഇനിയും ഈ കമ്മിറ്റി ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ ഭക്തജനങ്ങളുടെ ഒരു സാന്നിധ്യം വീണ്ടും വർദ്ധിക്കണം. ഇപ്പോൾ ഞങ്ങൾ ഈ തുടങ്ങിയതിന് ശേഷം നല്ലൊരു സഹകരണമാണ് പൊതുജനങ്ങളുടെ ഭാഗത്ത്. ഇനിയും ഈ ഒരു ഭക്തജനങ്ങളെ ആകർഷിക്കാനുള്ള ഒരു ആഗ്രഹമാണ് ഈ കമ്മിറ്റിക്ക്. അതിനു വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും കമ്മിറ്റി ഒന്നൊന്നായി ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഈ ശിവഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വഴിപാടായ ഈ പ്രദോഷവ്രതത്തിൽ ഇനിയും പൊതുജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം എന്നാണ് ഈ കമ്മിറ്റിയുടെ. തലേന്നത്തെ വ്രതം നിന്നാണ്. തലേന്ന് മുതൽ വ്രതം നിൽക്കുകയും
അടുത്ത ദിവസം രാവിലെ ക്ഷേത്ര ദർശനം നടത്തിയാൽ തീർത്ഥം വാങ്ങിച്ച് കുടിക്കരുത് എന്ന് അവരോട് പ്രത്യേകം പറഞ്ഞു. തീർത്ഥം വാങ്ങിച്ച് കുടിക്കരുത്. അത് കഴിഞ്ഞ് വൈകുന്നേരം വന്ന് വിളക്കെടുക്കുകയും ദീപാരാധന ശേഷം മണ്ഡപത്തിൽ ഗണേശ പൂജ നടത്തിയും അതിനുശേഷം അതിൽ നിന്നും ദീപം പകർന്ന് ഭക്തജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. അവർ ക്ഷേത്രത്തിന് അകത്ത് ഒരു വലത്ത് വെച്ചതിന് ശേഷം പുറത്ത് 3 വലത്ത് വെച്ച് വീണ്ടും അകത്ത് വന്നൊരു വലത്തും കൂടി വെച്ചതിന് പുറത്തോട്ട് അവർ വരിയായി നിൽക്കുകയും അകത്ത് ദീപാരാധന നടത്തി ഭഗവാന് നേദ്യം കൊടുത്ത് ദീപാരാധന നടത്തുകയും ചെയ്യും. അതിനുശേഷം അകത്തുനിന്ന് കൊണ്ടുവന്ന തീർത്ഥം കൊണ്ടുവന്ന് എല്ലാവർക്കും നൽകി പ്രദോഷവ്രതം അവസാനിപ്പിക്കുകയും ക്ഷേത്ര ഭരണസമിതി അവർക്ക് പടച്ചോറ് നൽകി അന്നത്തെ ദിവസം കൊടുക്കുകയും ചെയ്താണ്. രാവിലെ വ്രതം നിൽക്കുന്ന ദിവസം അരിയാഹാരം വൈകുന്നേരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. രാവിലെ അരിയാഹാരമല്ലാത്ത മറ്റെന്തെങ്കിലും കഴിക്കാവുന്നതാണ്. മറ്റ് രോഗങ്ങളുള്ളവർക്ക് എല്ലാവർക്കും വ്രതം ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതിനാൽ അരിയാഹാരം വൈകുന്നേരം ഒരു നേരം മാത്രമാക്കിക്കൊണ്ട് രാവിലെ മറ്റ് ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് അവർ വ്രതം എടുക്കുന്നത്. എന്ന് പറയുന്നത് 2004 പുനഃപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം നാളിതുവരെ അത്ഭുതകരമായ ഒരു പുരോഗമനമാണ് ക്ഷേത്രത്തിന് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ വർഷം മുതൽ മഹാശിവന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പ്രദോഷവ്രതം എന്ന് പറയുന്നത്. പ്രദോഷവ്രതത്തിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 7 മാസം ആകുന്ന പ്രദോഷവ്രതാചരണം തുടങ്ങിയിട്ട് ഓരോ പൂജ കഴിയും തോറും ഓരോ ദിവസം കഴിയും തോറും ഭക്തജനങ്ങളുടെ അത്ഭുതകരമായ പങ്കാളിത്തം കൂടി വരുന്നു. ഇപ്പോൾ ഏകദേശം 75ഓളം പ്രദോഷവ്രതത്തിന് 75 സ്ത്രീജനങ്ങളായ ഭക്തജനങ്ങൾ പ്രദോഷവ്രതം ആചരിക്കുന്നുണ്ട്. വളരെ അത്ഭുതകരമായ ഒരു യാത്രയാണ് ഈ പ്രദോഷവ്രതത്തെ പറ്റി അമ്പലപ്പുറം ക്ഷേത്രത്തെ പറ്റി പറയാനുള്ളത്. അമ്പലപ്പുറം ശ്രീ ഗൗരീശങ്കര ക്ഷേത്രത്തിൽ 4-5 മാസമായി നടക്കുന്ന പ്രദോഷ വിളക്കുമായി ബന്ധപ്പെട്ട് ആദ്യം 10 പേരിലാണ് ഈ വിളക്ക് തുടങ്ങുന്നത്. ആ തുടങ്ങുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ വിളക്ക് എങ്ങനെ നടത്തിക്കൊണ്ടു പോകണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് വളരെ വിശദമായ ആളുകളോട് ചോദിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 10 പേര് വെച്ച് തുടങ്ങിയ ഈ പ്രദോഷ വിളക്കിൽ ഇപ്പം മാസത്തിൽ 2 ദിവസമായി ആദ്യത്തെയും അവസാനത്തെയുമായ 2 ദിവസങ്ങളായി നടക്കുന്ന പ്രദോഷ വിളക്കിൽ ഏതാണ്ട് നല്ല ജനപങ്കാളിത്തത്തോടു കൂടി നടക്കുകയും അങ്ങനെ നടപ്പിലാവുന്നതിന് വേണ്ടി കൂടുതൽ ആളുകൾ അവരുടെ ഈ ക്ഷേത്രത്തോടുള്ള വിശ്വാസവും സ്നേഹവും നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലുമൊക്കെ ഇടപെടുന്നതെന്നുള്ള നിലക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നൂർ വേലു ജോലിസൻ്റെ അവിടെ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശിവൻ മാത്രമല്ല ഗൗരിയുണ്ട്. അങ്ങനെയാണ് ഗൗരീശങ്കർ എന്നാണ് അദ്ദേഹം നാമകരണം ചെയ്തത്. അന്ന് തൊട്ടേ ഗൗരീശങ്കർ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ കുറേ നാൾ ഇവിടെ കിടന്ന ഒരു ശ്രീകോവിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു ബാലാലയം നടത്തി. ആ ബാലാലയ പ്രതിഷ്ഠയിൽ നിന്നാണ് പിന്നെ എല്ലാ അംഗങ്ങളോട് ചേർന്ന് ഒരു ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ഉണ്ടാക്കി. അങ്ങനെ ഇപ്പോൾ ഈ കാണുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാര്യം അങ്ങനെയാണ്. പിന്നെ ഇവിടെ പ്രധാന ശ്രീകോവിൽ ശിവനുണ്ട്. പിന്നെ അപ്പുറത്തെ ദേവിയുണ്ട്, പാർവതി ദേവി. പിന്നെ ഉണ്ണി ഗണപതി, ശിവൻ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഉണ്ണി ഗണപതിയും പിന്നെ ശാസ്താവുമുണ്ട്. വെളിയിൽ നാഗരാജാവ്, പിന്നെ ബ്രഹ്മരക്ഷസ്, യക്ഷിയമ്മ, ഈ ഉപദേവതകൾ പുറത്തും മതിലിന് പുറത്തും ഉണ്ട്. ഞാൻ ഈ അമ്പലത്തിൽ മുടങ്ങാതെ നിർമ്മാല്യം വന്ന് തൊഴുതുകൊണ്ടിരുന്നായിരുന്നു. എന്നും ഞാൻ ഈ ഒരു അമ്പലത്തിൽ ഒരു പൂ കൊണ്ട് കൊടുക്കുമായിരുന്നു. അതിൻ്റെ എല്ലാ ഐശ്വര്യം എനിക്ക് ഭഗവാൻ തന്ന് എനിക്ക് 2 മക്കളെ നല്ല രീതിയിൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഒരു വിഷമവും കൂടാതെ മരുമ വന്നുകൂടിയതും അത് തന്നെ, എൻ്റെ വീട്ടിൽ വന്ന മരുമകളും അത് തന്നെ, എൻ്റെ മോനും അത് തന്നെ. ഞങ്ങൾക്ക് ഒരു ദുഃഖവും ഈശ്വരൻ ഞങ്ങൾക്ക് തന്നിട്ട്. നമുക്കിപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൽ എത്താൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 6 കിലോമീറ്റർ ഉണ്ട് ഇവിടെ അമ്പലത്തിലെത്താൻ. അതുപോലെ നമുക്ക് മുക്കോണിമുക്കി അവിടുന്ന് നേരെ മുട്ടറ പോകുന്ന വഴിയാണ് ഈ അമ്പലത്തിൽ വരുന്നത്. പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഒരു നാല് വഴികൾ വന്ന് ചേരുന്ന ഒരു സ്ഥലമാണ് അമ്പലപ്പുറം ഗൗരീശങ്കര ക്ഷേത്രം.
വിശ്വസിക്കുന്ന അങ്ങനെ തന്നെ ഭഗവാനിൽ ആത്മാർത്ഥമായിട്ട് വിളിക്കുക. ഉടനെ അങ്ങ് ഭഗവാൻ തരണമെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. എങ്കിലും ഒത്തിരി ഒരുപാട് മാറ്റമുണ്ട്. ഒരുപാട് ഇപ്പം ഞാൻ 5 വർഷം കൊണ്ട് ഭഗവാനെ തൊഴാൻ വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ സാധിച്ചു തന്നിട്ടുണ്ട്. ബഹുമാനീയനായ പ്രസിഡൻറ്റ് ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രസിഡൻറ്റും പിന്നെ തിരുമേനി ഇവിടെ ആധികാരികമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ക്ഷേത്രത്തിൻ്റെ ഓരോ പുരോഗമന കാര്യങ്ങളും ദൈനംദിനമുള്ള പുരോഗമന കാര്യങ്ങൾ അതിൻ്റേതായ രീതിയിൽ വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ക്ഷേത്ര കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റേതായ ഐശ്വര്യം ഈ നാട്ടിലും നാട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ഇവിടെ ഞങ്ങൾ തിരുവാതിരയ്ക്ക് വന്നപ്പോൾ ഒരു വിളക്കെടുക്കണമായിരുന്നു. അങ്ങനെ 4 വശവും വിളക്കെടുത്തപ്പോൾ അന്ന് എൻ്റെ കൂടെ 2-3 സരിത എന്നൊക്കെ പറഞ്ഞ സരിത, പ്രദീപ, ഞങ്ങളെല്ലാവരും കൂടെ വിളക്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞ്, പ്രദീപ എൻ്റെ കാല് നോവുന്നു, ഭഗവാനെ ഇവിടെ ഒന്ന് കല്ലിട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നടന്നു പോവാം ആയിരുന്നു. അന്നേരം നമുക്ക് അടുത്ത വർഷം ഇതിന് ചിലപ്പോൾ നോക്കി അടുത്ത വർഷം പ്രദോഷവും ആവും, ഇവിടെ കല്ലും ഇടും എന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ വർഷം തന്നെ ഈ നടക്കല്ലിടാനും ഈ പ്രദോഷം വിളക്ക് വന്ന ഫസ്റ്റ് ഞങ്ങളിതിനെ ആരംഭം കുറിച്ച്